പുട്ടുകാതർക്ക് രാവിലെ തന്നെ കട തുറന്നിക്കണം. കടയിലാണെങ്കിൽ അത്യാവശ്യം തിരക്കുണ്ട്. രാവിലത്തെ പുട്ടുപൊടി, പത്തിരിപ്പൊടി, പഞ്ചാര, ചായപ്പൊടി, പിന്നെ മദ്രസ പോണ കുട്ടികൾക്കുള്ള ബിസ്ക്കറ്റ്. കടയിൽ നല്ല തിരക്കാണെങ്കിൽ കുട്ടികളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും. കാതർക്ക് ആ കുട്ടികളടക്കുന്ന രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്, എവിടെ വലിക്കണോ. കുട്ടികൾക്കുണ്ട് ആരെങ്കിലും പേടി? ഒരു പേടിയുമില്ല, കൂസലില്ലാതെ കുട്ടികൾ പിന്നെ ഉന്തും തള്ളും തുടർന്നു. ആ സമയത്താണ് മുറ്റത്ത് കൂടെ നമ്മൾ ജഗല പാത്തു കയ്യിലൊരു കോയിനും പിടിച്ച് കടന്നു പോകണം. ആ പോക്ക് ഖാദർഖാൻ്റെ കണ്ണിൽ പെട്ടു. പടച്ചോനെ, നല്ല മുഴുത്ത കോയി, ചോന്ന ചൂട്ടൊക്കെ ആയിട്ട്. നല്ല നാടൻ കോയിനെ കണ്ടതും ഖാദർഖാൻ്റെ വായിൽ വെള്ളം ഊറി. ഖാദർക്ക് വിളിച്ചു ചോദിച്ചു, ഓയ് പാത്തുവോ, എൻ്റെ കൈയിരിക്കണ കോയിനെ കൊടുക്കണാ? പാത്തു തിരിഞ്ഞു നോക്കാണ്ട് ചോദിച്ചു, കൊല്ലാനാ വളർത്താനാ? ഖാദർക്ക് തിരിച്ചു ചോദിച്ചു, ആ എന്താ തിന്നാ കഴിക്കുവോ? പാത്തു തിരിഞ്ഞു നോക്കാതെ പറഞ്ഞ്, എൻ്റെ കോയിനപ്പം നിങ്ങൾ അങ്ങനെ തിന്നണ്ട. ഒരു മയം ഇല്ലാതെ പാത്തു അതും പറഞ്ഞ് തിരിഞ്ഞടന്ന്. കാതർക്കണ്ടോ വിടണോ? അതല്ല പാത്തുവാ, ഞാനതൊന്ന് വെറുതെ പറഞ്ഞല്ലേ. എൻ്റെ കോയിനെ കൊന്നിട്ട് എനിക്കിപ്പോൾ എന്ത് കിട്ടാനാ? ഞാൻ അതിൻ്റെ കെട്ടുകൾ കുഞ്ഞാമിൻ്റെ കയ്യിൽ കൊടുക്കാം. ഓൾ അതിനെ വളർത്തിക്കോളും, പൊന്നു പോലെ വളർത്തിക്കോളും. പൊട്ടുകാതർക്ക ഉണ്ടക്കണ്ണി കുഞ്ഞാമിനെ കെട്ടിയൊരു കഥ വേറെ ഉണ്ട് മക്കളെ, അത് ഞാൻ പിന്നെ പറയട്ടാ. അപ്പോൾ കോയിനെ വളർത്തിക്കോളാന്ന് പറഞ്ഞപ്പോൾ പാത്തുവിന് സമാധാനമായി. ജഗലപാത്ത് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇങ്ങൾക്കും നന്ന് എനിക്കും നന്ന്, എന്നാൽ പിന്നെ നമുക്ക് വില ആക്കാം. ഇന്ന പാത്തു, ഞാനൊരു 300-350 ഉറുപ്യ എൻ്റെ കയ്യിൽ റക്കം കണ്ട് വെച്ച് തരും. എനിക്ക് കോയിനിട്ട് തരണം. പാത്തുര തിരിഞ്ഞിന്ന് ദേഷ്യത്തിൽ പറഞ്ഞു, ദേക്ക രാവിലെ തന്നെ ചിലക്കാണ്ട് പോയിക്കോളിട്ടാ. അതും പറഞ്ഞ് പാത്തു ദേഷ്യത്തിൽ കുത്തിക്കുലുങ്ങിയൊരു നടത്തം. കാതർക്ക വിടുവോ? അവിടെ നിൽക്ക് പാത്തുവോ, അനക്കിപ്പോൾ എന്താ വേണ്ടി ഇച്ചി അത് പറയും. പാത്തു മുഖത്ത് ദേഷ്യം മറക്കാതെ പറഞ്ഞു, ഇങ്ങക്ക് കോയിനെ വേണം, ഇത് 800 ഉറുപ്പ്യൻ്റെ കോയാ, ഇങ്ങക്ക് വേണമെങ്കിൽ ഞാൻ 500-ന് തരും. കാതർക്ക് പിന്നെ തർക്കിക്കാനൊന്നും പോയില്ല. 500-എങ്കിൽ 500, എന്നാ പിടിച്ച പാത്തോ. കായ് അനക്കും കോയിനിക്കും ഉറപ്പിച്ച്. ഇവിടെ നടക്കുന്നതൊന്നും അറിയാണ്ട് അപ്പുറത്തൊരാളിരിക്കുന്നുണ്ടായിരുന്നു. ആര്? നമ്മളെ ഖാദർഖാൻ്റെ പണിക്കാരൻ സത്താറ്. ആകാശെങ്ങാനും ഇപ്പം ഇടിഞ്ഞു വീഴുമോ എന്ന് നോക്കിയിരിക്കണ പോലെ ഓൻ ഫോണിലേക്കും നോക്കിയിരിക്കണത്. ഓൻ്റെ ഇരിപ്പ് കണ്ടാലോ ഖാദർക്കാണോ മുതലാളി, ഓനാണോ മുതലാളി എന്നൊരു സംശയമുണ്ട്. ഖാദർക്ക് പണിക്കാരനെ വിളിച്ച്, സത്താറേ, മറുപടിയില്ല. രണ്ടാമതും വിളിച്ച്, സത്താറേ, മറുപടിയില്ല. എടാ സേത്താനെ എന്നും പറഞ്ഞൊരൊറ്റ കാറിലായിരുന്നു ഖാദർക്ക. കേട്ടതും സത്താർ ചാടി എണീച്ചു. ഇപ്പോൾ ആ നേരം വെളുത്ത പോലും ഓൻ അറിഞ്ഞിട്ടുണ്ടാവുക. ഖാദർക്ക് ദേഷ്യത്തിൽ ചോദിച്ചു, എടാ ഇജിവിടെ പണിയെടുക്കാൻ വന്നതാ, എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വന്നതാ? സത്താർ എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. എന്നാൽ പിന്നെ ഈ ഒരു കാര്യം ചെയ്യേ, ഈ കോയിനെ കൊണ്ട് കുഞ്ഞാമ്മിക്ക് കൊണ്ടു കൊടുക്കുക. അവളോട് ചെറുതാക്കി വെട്ടിമുറിക്കണ്ടെന്ന് പറയണം, വലിയ പീസ് തന്നെ ആക്കിക്കോളാൻ പറയണം. നെയ്ച്ചോറും വെച്ചോട്ടെ, നേരം വൈകിക്കണ്ട, വേഗം കൊണ്ടുപോയിക്കോ. പാർത്തിയോടെ കയ്യും കഴുകി തിന്നായിരുന്നപ്പോഴാ പുറത്തതാ എന്തോ ഒരു ഒച്ചയും വിളിയും കേൾക്കണ്. പടച്ചോനെ, കുടുങ്ങിയ. ഒരു മനസാല എണീച്ച് പുറത്തേക്ക് ഇറങ്ങി. മുറ്റത്തതാ പരിചയമില്ലാത്ത 2-3 ആൾക്കാർ. അതിൻ്റെ പിന്നിലായിട്ടൊരു പോലീസും. യാ റബ്ബേ, പോലീസ്! പോലീസിനെ കണ്ടതും ഖാദർക്ക് 2 അടി പിന്നോക്കം വെച്ച് ഓടി അകത്ത് കയറിയാലെന്നായിരുന്നു ഖാദർഖാൻ്റെ ചിത്ത. അപ്പോണ്ടാ ആൾക്കാരെന്നൊരു ചോദ്യം. ഖാദർക്കാ, എൻ്റെ കോഴി എവിടെ? ആരായിരുന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, അത് വേറെ ആരുമല്ല, നമ്മളെ ജഗലപ്പാത്തു. അത് പിന്നെ ഞാനത് പാത്തുവോ? ഖാദർക്ക് വിക്കി. ഒരു പിന്നില്ല മുന്നില്ല. ദാ ഈ ആൾക്കാരെ കോയിൻ്റെ ആൾക്കാരാ, അവർക്ക് നിങ്ങൾ അവരെ കോയിൻ കണ്ട് കൊടുത്താളേ. അതെന്ത് വർത്താനാ പാത്തുവോ? ഞാൻ എനിക്ക് കായ് എന്ന് മേടിച്ച് ഞാൻ അതിനെ കറിയും വെച്ച്. കറി വെച്ചെന്ന് കേട്ടതും ഒപ്പം നിന്ന ആൾക്കാർ ചൂടായി. ഇടയിൽ കയറി തടസ്സം പറഞ്ഞു, നിക്കി തല്ലുകൊണ്ടല്ലേ. ഖാദർക്കൊരു പാവം മനുഷ്യനാ. നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടി? നഷ്ടപരിഹാരമല്ലേ, അത് ഞാൻ മൂപ്പരേക്കൊന്ന് മേടിച്ചു തരാം. അതിൽ നിന്നൊരാൾ വിളിച്ചു പറഞ്ഞ്, അതൊക്കെ ഇവിടെ നിൽക്കട്ടെ, എവിടെ മൂപ്പര കോയിനെ കൊന്നു വെച്ച കറി ഇടുക്കി.
കോഴി ഞങ്ങൾ തന്നെയെന്ന് ബോധ്യപ്പെടുത്തണം. ഖാദർക്ക് അന്തം വിട്ടു നോക്കി. എന്തപ്പീ നടക്കണമൊക്കെ? അത് കേട്ടതും ജഗലപാത്തു നേരെ അകത്ത് കയറി. മേശമതായിരിക്കണ് വച്ച കോഴി. പാത്രത്തോടുക്കനെ അതെടുത്ത് പുറത്തു കൊടുന്ന് അവരെ കയ്യിൽ കൊടുത്ത്. അവരെ തിരിച്ചും മറിച്ചും നോക്കിയിട്ട് ഉറപ്പ് പറഞ്ഞു, ആ ഇത് ഞങ്ങളെ കോഴി തന്നെയാണ്. ഇത് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട കോഴി. എന്നാൽ പിന്നെ ആ കോഴിൻ്റെ പൈസ ഉണ്ട് എടുത്തോ. ജഗലപാത്ത് മുന്നിൽ കയറി വന്ന് പറഞ്ഞു, കേസും പൊക്കാറൊന്നും വേണ്ടെങ്കിൽ 1000 നിങ്ങളാണ്ട് കൊടുത്താലും ഖാദർക്ക്, ഇല്ലെങ്കിൽ ഇത് ഇവിടം കൊണ്ടൊന്നും നിൽക്കൂല. ഖാദർക്ക മറുപടി ഒന്നും പറയാതെ നിൽക്കണണ്ടപ്പോൾ പോലീസുകാരെ മുമ്പിലേക്ക് വന്ന്. അത് കണ്ടതും ഖാദർഖാൻ്റെ ഉള്ളൊന്നാടി. നേരെ വിളിച്ചു പറഞ്ഞു, കുഞ്ഞാമ്മയെ ആ ബാഗിൽ നിന്ന് 1000 ഉണ്ട് എടുത്തോ. 1000 എണ്ണി കൊടുത്തതും കറിയും കൊണ്ട് അവർ സ്ഥലം വിട്ടു. പോണ വഴിക്ക് ജഗലപാത്തു